ചിന്നസ്വാമിയിൽ വീണ്ടും RCB ഗർജനം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 202 റൺസിന്റെ ഹിമാലയൻ ലക്ഷ്യം വെറും 15.4 ഓവറിൽ RCB മറികടന്നു. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയും മലയാളി താരം ദേവ്ദത്ത് പടിക്കലും ചേർന്ന് ചിന്നസ്വാമിയിൽ നടത്തിയ ആ റൺവേട്ട ഇതാ. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ IPL സീസണിൽ അവസാനിച്ച ഇടത്തുനിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിനാണ് RCB കെട്ടുകെട്ടിച്ചത്. 202 റൺസിന്റെ വലിയ ലക്ഷ്യമാണ് RCBക്ക് മുന്നിൽ ഇഷാൻ കിഷന്റെ ഓറഞ്ച് ആർമി വെച്ചത്. പക്ഷേ ഈ ടോട്ടൽ RCBക്കു യാതൊരു വെല്ലുവിളിയും സൃഷ്ടിച്ചില്ല. യാതൊരു കൂസലുമില്ലാതെയാണ് വെറും 15.4 ഓവറിൽ 4 വിക്കറ്റിന് RCB ലക്ഷ്യം മറികടന്നത്. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെയും 69 ഡൗണായെത്തിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെയും 61 അഗ്രസീവ് 50കളാണ് RCBയുടെ ജയം അനായാസമാക്കിയത്. 38 ബോളിൽ 5 വീതം 4ഉം 6ഉം കോഹ്ലിയുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. എന്നാൽ വെറും 26 ബോളിലാണ് ദേവ്ദത്ത് 61 റൺസ് വാരിക്കൂട്ടിയത്. 7 4ഉം 4 കൂറ്റൻ 6ഉം ദേവ്ദത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ രജത് പാട്ടിദാറും 31 ബാറ്റിംഗിൽ നിർണായക സംഭാവന നൽകി. ഫിൽ സാൾട്ടിനെ 8 തുടക്കത്തിൽ നഷ്ടമായെങ്കിലും രണ്ടാം വിക്കറ്റിൽ കോഹ്ലി ദേവ്ദത്ത് ജോഡി 101 റൺസ് അടിച്ചെടുത്തതോടെ RCB ജയത്തിന് അടിത്തറയിട്ടു. വെറും 45 ബോളിലാണിത്. കോഹ്ലി അല്പം ശ്രദ്ധയോടെ ബാറ്റ് വീശിയപ്പോൾ ദേവ്ദത്തിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം SRHനെ ബാക്ക്ഫുട്ടിലാക്കുകയും ചെയ്തു. ദേവ്ദത്ത് മടങ്ങിയ ശേഷം കോഹ്ലി പാട്ടിദാർ സഖ്യം 22 ബോളിൽ 53 റൺസ് അടിച്ചതോടെ RCBയുടെ വിജയമുറപ്പായി. പാട്ടിദാർ 12 ബോളിലാണ് 32-ലെത്തിയത്. 3 6ഉം 2 4ഉം അടക്കമാണിത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് 9 വിക്കറ്റുകൾ നഷ്ടത്തിലാണ് 201 റൺസെന്ന ടോട്ടലിലെത്തിയത്. ഇതിന് സഹായിച്ചതാവട്ടെ ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 80 അഗ്രസീവ് 50യാണ്. വെറും 38 ബോളിൽ 8 4ഉം 5 കൂറ്റൻ 6ഉം അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. അനികേത് വർമ്മയുടെ 43 മികച്ച ഫിനിഷിംഗും ഹെൻറിച്ച് ക്ലാസന്റെ 31 പ്രകടനവും SRH ഇന്നിംഗ്സിൽ നിർണായകമായി. മറ്റാരും തന്നെ 15 റൺസ് പോലും തികച്ചില്ല. 3 വിക്കറ്റിന് 29 കൂപ്പുകുത്തിയ SRH 150+ തികയ്ക്കുമോയെന്നതുപോലും സംശയമായിരുന്നു. എന്നാൽ 4ാം വിക്കറ്റിൽ ഇഷാൻ ക്ലാസൻ ജോഡി നേടിയ 97 റൺസ് SRHനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 53 ബോളിലാണ് ഇത്രയും മികച്ചൊരു കൂട്ടുകെട്ട് ഈ സഖ്യമുണ്ടാക്കിയത്. അനികേതിന്റെ തകർപ്പൻ ഫിനിഷിംഗും എടുത്തു പറയേണ്ടതാണ്. വെറും 18 ബോളിലാണ് താരം 43 റൺസ് അടിച്ചത്. 4 6ഉം 3 4ഉം അടക്കമാണിത്. IPLൽ കന്നി മത്സരം കളിച്ച പേസർ ജേക്കബ് ഡഫി 3 വിക്കറ്റുകൾ പിഴുതു. റൊമാരിയോ ഷെപ്പേർഡിനും 3 വിക്കറ്റുകൾ ലഭിച്ചു. ചിന്നസ്വാമിയിലെ RCBയുടെ ഈ തകർപ്പൻ വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സീസണിലും ചാമ്പ്യന്മാരുടെ ഈ ഫോം തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് നാളത്തെ വമ്പൻ പോരാട്ടത്തിനാണ്. IPLലെ ചിരവൈരികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും നാളെ നേർക്കുനേർ വരികയാണ്. KKRന്റെ ബാറ്റിംഗ് കരുത്തോ അതോ മുംബൈയുടെ തന്ത്രങ്ങളോ? നാളെ ആര് കളം നിറയുമെന്നാണ് നിങ്ങളുടെ പ്രവചനം? അതും കൂടിയൊന്ന് കമന്റ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.